നമസ്കാരം. ഞാൻ KR ജയകുമാർ, എടക്കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. എറണാകുളം ജില്ലയിലെ ഏറ്റവും കാർഷിക സമ്പന്നമായ ഗ്രാമപഞ്ചായത്താണ് എടക്കാട്ടൂർ. കാടുകളും വയലുകളും മലകളുമൊക്കെ ഇടകലർന്ന ഒരു പ്രത്യേകമായ ഭൂമിശാസ്ത്രമാണ് ഞങ്ങളുടെ പഞ്ചായത്ത്. അതുകൊണ്ടാണ് ഇതിൻ്റെ പഞ്ചായത്തിൻ്റെ പേര് തന്നെ എടക്കാട്ടു വയൽ എന്ന് പറയും. അപ്പോൾ ആ വയലുകളിൽ സമൃദ്ധമായ നെൽകൃഷിയും ഉയർന്ന പ്രദേശങ്ങളിൽ റബ്ബർ കൃഷിയും അതുപോലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം കാപ്പിയും വാഴയും അതുപോലെ തന്നെ ജാതിയും അടയ്ക്കാമരവും തെങ്ങുമൊക്കെ സമൃദ്ധമായി കൃഷി ചെയ്യുന്ന എറണാകുളം ജില്ലയിലെ ഏറ്റവും സമ്പന്നമായ കാർഷിക പ്രദേശമാണ്. ഈ കാർഷിക മേഖലയിൽ ഇന്ന് കേരളത്തിൽ വ്യാപകമായ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ആ പ്രതിസന്ധികളെ പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഗ്രാമപഞ്ചായത്തിൻ്റെ ചുമതല. ഞങ്ങളുടെ കർഷകർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ അതാണ് ഏറ്റവും ഞങ്ങൾ ബേസ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ അതിന് ഞങ്ങൾ ചെയ്തത് ഇടത്തട്ടുകാരുടെ ചൂഷണമില്ലാതെ എങ്ങനെ കർഷകർക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കാം. അതിനുവേണ്ടി ഞങ്ങൾ വളരെ മനോഹരം ഒരു കാർഷിക വിപണി ഇവിടെ ആരംഭിച്ചു. VFPCK വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളയുടെ സഹായത്തോടു കൂടി ഇന്ന് VFPCKയുടെ കേരളത്തിലെ വിപണികളിൽ പ്രഥമഗണനീയ സ്ഥാനത്താണ് എടക്കാട്ടൂർ വിപണി. അത്രയേറെ സാധനങ്ങൾ വിൽക്കാൻ കഴിയുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ വിപണി ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ കർഷകരെ സംബന്ധിച്ചിടത്തോളം 100 ഏത്തവാഴകൾ കൃഷി ചെയ്യുന്ന ആളുകൾ വളരെ കുറവായിരുന്നു. പക്ഷേ ഈ വിപണി ആരംഭിച്ചതിന് ശേഷം ഇന്ന് 3000-ഉം 4000-ഉം വാഴ കൃഷി ചെയ്യുന്ന ആളുകൾ അനവധിയാണ്. 100 കണക്കിന് ആളുകൾ വാഴ കൃഷി ചെയ്യുന്നുണ്ട്. ഇതൊരു പ്രധാനമായ ഉപജീവന മാർഗമായി സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഏത്തവാഴയൊക്കെ കൃഷി ചെയ്യുന്ന ഓണം സീസൺ ആകുമ്പോഴേക്കും ഇടത്തട്ടുകാരുടെ വലിയ ചൂഷണമാണ് നേരത്തെ അവരനുഭവിച്ചത്. ഇന്ന് വിപണിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അന്നത്തെ മാർക്കറ്റ് വില എന്തോ ആ യഥാർത്ഥ മാർക്കറ്റ് വിലയ്ക്ക് അവർക്ക് ഉൽപ്പന്നങ്ങൾ ലേലം ചെയ്യാനും അത് കൃത്യമായ വിലയ്ക്ക് വിൽക്കാനും കഴിയുന്ന സാഹചര്യമുണ്ട്. 2% സർവീസ് ചാർജ് ഇന്ന് ഈടാക്കുകയും അത് 1% അതിൻ്റെ വിപണിയുടെ പ്രവർത്തനത്തിന് എടുത്തിട്ട് 1% തുക വീണ്ടും ഓണക്കാലങ്ങളിൽ ബോണസായി അവർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന വളരെ നന്നായി കാർഷിക മേഖലയെ നമുക്ക് സമുദ്ധരിക്കാൻ കഴിഞ്ഞൊരു കാര്യമാണ്. അതുപോലെ നെൽകൃഷി എന്ന് പറയുന്ന 600 ഏക്കർ സ്ഥലം നന്നായിട്ട് നെൽകൃഷി ചെയ്യുന്നു. നമ്മുടെ 11 പാടശേഖരങ്ങളിലായി വളരെ മനോഹരമായിട്ട് നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അതിൽ 5 പാടശേഖരങ്ങൾ തോട്ടറപ്പുഞ്ചയുമായി ചേർന്നാണ്. തോട്ടറപ്പുഞ്ച എന്ന് പറയുന്നത് കൊച്ചിയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന പാടശേഖരമാണ്. അവിടെ ഏതാണ്ട് 1200 ഏക്കർ സ്ഥലമാണ്. 72 മൂഴുകളിലായി വ്യാപിച്ച് കിടക്കുന്ന 1200 ഏക്കർ സ്ഥലമാണ് തോട്ടറപ്പുഞ്ച എന്ന് പറയുന്നത്. ഈ തോട്ടറപ്പുഞ്ച എന്ന് പറയുന്നത് കൊച്ചി രാജാക്കന്മാരുടെ കാലത്ത് പോലും ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു പാടശേഖരമാണ്. അന്ന് പോലും അതിനകത്ത് പ്രത്യേകമായി രാജാവിൻ്റെ കാലത്ത് പോലും ഈ പാടശേഖരത്തെ നെൽകൃഷി ചെയ്യുന്നതിന് വലിയ പരിഗണന കൊടുത്തു. പുതിയ ജനകീയ ഭരണ സംവിധാനം വന്നതിന് ശേഷം ഇപ്പോൾ ഇവിടെ TM ജേക്കബ് മന്ത്രിയായി, ഇറിഗേഷൻ്റെ മന്ത്രിയായി വന്നപ്പോഴും അതിനുശേഷം അനൂപ് ജേക്കബ് കഴിഞ്ഞ തവണ മന്ത്രിയായപ്പോഴുമൊക്കെ KLDCയുടെ സഹായത്തോടെ, ഇറിഗേഷൻ്റെ സഹായത്തോടെ നിരവധിയായിട്ടുള്ള പ്രൊജക്റ്റുകളാണ് നമ്മുടെ പഞ്ചായത്ത് നടപ്പാക്കുന്നത്. അതുകൊണ്ട് തന്നെ പാടശേഖരങ്ങളെല്ലാം തോടുകളും വിപുലീകരിച്ചു. എല്ലാ പാടശേഖരങ്ങളിലെയും തോടുകൾ കെട്ടി സംരക്ഷിച്ച് അവിടെ നീരൊഴുക്കുകൾ സുഗമമാക്കി നന്നായി കൃഷി ചെയ്യാൻ കഴിയുന്ന അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ നെൽകൃഷി മേഖലയിൽ ഒരുക്കിയതോടുകൂടി നെൽകൃഷി ചെയ്യാൻ ആളുകളുടെ സജീവമായ സാന്നിധ്യം ഉണ്ടാക്കാനും നമുക്ക് കഴിഞ്ഞു. അപ്പോൾ എല്ലാ പാടശേഖരങ്ങളും നമ്മൾ വിവിധങ്ങളായ വകുപ്പുകൾ, മണ്ണ് സംരക്ഷണ വകുപ്പുണ്ട്, നബാർഡിൻ്റെ പല സ്കീമുകളുണ്ട്. എല്ലാ പാടശേഖരങ്ങളിലെയും മുഴുവൻ തോടുകളും കെട്ടി സംരക്ഷിച്ച് നീരൊഴുക്ക് സുഗമമാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് കാർഷിക മേഖലയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ വിപണിയാണെങ്കിൽ വന്നപ്പോഴേക്കും ഇത്തരത്തിലുള്ള ഏത്തവാഴ അതുപോലെ തന്നെ തേങ്ങ അതുപോലെയുള്ള കൃഷികളുടെ കാര്യത്തിൽ വളരെ മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞു. അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ അവർക്ക് ഉറപ്പുവരുത്താൻ കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് മൃഗസംരക്ഷണവും ചെറിയ നിലയിലല്ല. 1300ഓളം കൃഷിക്കാർ സജീവമായി ക്ഷീരകർഷകരായിട്ടുണ്ട്. പാലളക്കുന്ന 3 ക്ഷീരസംഘങ്ങൾ എടക്കാട്ടുവേലും ചെത്തിക്കോടിലും വേപ്പതിയിലുമായി 3 ക്ഷീരസംഘങ്ങൾ. ആ 3 ക്ഷീരസംഘങ്ങളിലായിട്ട് 1300ഓളം ആളുകൾ പാലളക്കുന്നുണ്ട്. ആ ക്ഷീരകർഷകരെ സഹായിക്കുന്ന നിരവധി പദ്ധതികളുണ്ട്. ഇപ്പം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ അനന്തമായ സാധ്യതകൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തി നിരവധി കർഷകർക്ക് തൊഴുത്തുകൾ നിർമ്മിക്കാനായിട്ട് സഹായം കൊടുത്തു. ആട്ടിൻകൂടുകൾ നിർമ്മിച്ചു കൊടുത്തു. അവർക്ക് കോഴിക്കൂടുകൾ കൂടി നിർമ്മിച്ചു കൊടുത്തു. അങ്ങനെ പല പദ്ധതികളും ഈ സാധ്യതകൾ ഇപ്പോൾ പഞ്ചായത്തിന് ലഭിക്കുന്നത് പദ്ധതി തുക മാത്രമാണെന്നുള്ള ധാരണ തെറ്റാണ്. പദ്ധതി തുകയേക്കാളും മറികടന്നുള്ള കേന്ദ്ര സഹായമാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ്. അതിൻ്റെ സാധ്യതകളെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിയതിലൂടെ നിരവധി കർഷകർക്ക് തൊഴുത്തും ആട്ടിൻകൂടും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്.
അതുപോലെ തന്നെ 300 കൃഷിക്കാർക്ക് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഈ പോത്തിൻ കിടാക്കളുടെ സാധ്യതകൾ വർദ്ധിച്ചു. അവർക്ക് ഇറച്ചി വിൽപ്പനയ്ക്ക് സാധ്യത കൂടുന്നു. 300 പേർക്ക് പോത്തിൻ കിടാക്കളെ കൊടുത്തു. അതുപോലെ തന്നെ ഈ പശുക്കിടാക്കളുടെ മികച്ച ഇനം പശുക്കിടാക്കൾ ഉണ്ടാകണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച ഇനം 1 വയസ്സിൽ താഴെ പ്രായമുള്ള കിടാരികളെ 300 കർഷകർക്കാണ് വിതരണം ചെയ്യുക. അത് പശു വളർന്ന് വലുതാകുമ്പോൾ ഏറ്റവും അത്യുൽപാദന ശേഷിയുള്ള പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പശുക്കളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ഉള്ള കിടാരികളെ അവർക്ക് വിതരണം ചെയ്തു. അതുപോലെയുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ചെയ്തു. പിന്നെ ഈ പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യാത്രാ സൗകര്യങ്ങളുടെ ഒരു കുറവ് വലിയ ഇഷ്ടംപോലെ റോഡുകളുണ്ട്. 153 കിലോമീറ്റർ റോഡ് പഞ്ചായത്തിൻ്റെ സ്വന്തം റോഡുകളുണ്ട്. അതുപോലെ 30 കിലോമീറ്ററിലധികം PWD റോഡുണ്ട്. പക്ഷേ 200 കിലോമീറ്ററിലധികം ഈ 18 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ഈ പഞ്ചായത്തിൽ അപ്പോൾ ഏകദേശം ഒരു 190 കിലോമീറ്റർ റോഡുണ്ട്. പക്ഷേ ആ റോഡുണ്ടെങ്കിലും പബ്ലിക് യൂട്ടിലിറ്റി യാത്രാ സൗകര്യങ്ങളുടെ കുറവ്, ബസ്സുകളൊക്കെ കുറവാണ്. അപ്പോൾ ആ കർഷകർക്ക് അതിൻ്റെ ഒരു പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ മൃഗാശുപത്രി ഉണ്ട് വളരെ നല്ല നിലയിൽ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ അടുത്ത പ്രദേശങ്ങളിൽ ഒരു വെറ്റിനറി ഹോസ്പിറ്റലിന് വേണ്ട ഏറ്റവും മനോഹരമായ കെട്ടിടം, ഏറ്റവും വലിയ കെട്ടിടമാണ് ഇവിടെ നിർമ്മിക്കപ്പെട്ടത്. അത് ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ ഫണ്ടും അതുപോലെ നമ്മുടെ മറ്റ് പദ്ധതികളും ഒക്കെ മിക്സ് ചെയ്തുകൊണ്ട് സമ്മിശ്രമാക്കിക്കൊണ്ട് വളരെ മനോഹരമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അവിടെ ആ മൃഗാശുപത്രിയിലേക്ക് എത്തിച്ചേരാൻ എല്ലാവർക്കും കഴിയാത്തതുകൊണ്ട് തൊട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സബ് സെൻറ്റർ തുടങ്ങി. അവിടെ ഒരു ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറെ ഇരുത്തിയിട്ടുണ്ട്. പുതുതായിട്ട് ചെത്തിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ചെത്തിക്കോട് മിൽമ കേന്ദ്രീകരിച്ച് അവിടെ ഒരു പുതിയ സബ് സെൻറ്റർ തുടങ്ങി. അവിടെയും ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഉണ്ട്. അപ്പോൾ ഈ ക്ഷീര കർഷകർക്കാണെങ്കിലും അവർക്ക് അധികം അകലെ പോകാതെ തന്നെ അവർക്ക് ഈ ഇത്തരത്തിലുള്ള സേവനങ്ങളെ, മെച്ചപ്പെട്ട സേവനങ്ങളെ ലഭ്യമാക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ഉൽപ്പാദന മേഖലയിൽ അത് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റ് സേവന മേഖലകൾ, ഇപ്പോൾ ആശുപത്രികൾ കോവിഡ് കാലത്താണ് ഈ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നത്. ആരക്കുന്നം അതുപോലെ തന്നെ തൊട്ടൂർ 2 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുള്ള ജില്ലയിലെ ഏറ്റവും അപൂർവങ്ങളിലായ ഒന്നായ പഞ്ചായത്താണ് എടക്കാട്ടൂർ. പക്ഷേ 2 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെയും അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ട നിലയിലേക്കാക്കാൻ നമുക്ക് കഴിഞ്ഞു. തൊട്ടൂരിലാണെങ്കിൽ ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ കോവിഡ് കാലത്ത് വാക്സിനേഷൻ വരുന്നവർക്കടക്കം ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ആരക്കുന്നത്തും അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. മാത്രവുമല്ല, ഇപ്പോൾ തൊട്ടൂർ PSCയിൽ കൊച്ചിൻ റിഫൈനറി BPCL കൊച്ചി റിഫൈനറി ലിമിറ്റഡ്സിൻ്റെ 60 ലക്ഷം രൂപയുടെ CSR ഫണ്ട് ഉപയോഗിച്ച് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള സഹായങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആശുപത്രികളെ ഏറ്റവും മികച്ച നിലയിലേക്ക് മാറ്റാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ചേർന്നുകൊണ്ട് പാലിയേറ്റീവ് 253 പേരുടെ വീടുകളിൽ ഹോം കെയർ സർവീസ് കൊടുക്കുന്നുണ്ട്. വളരെ മികച്ച ഹോം കെയർ സർവീസ് കൊടുക്കുന്നുണ്ട്. അവർക്കാവശ്യമായിട്ടുള്ള ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ, അവർക്കാവശ്യമായ പുതിയ അഡ്ജസ്റ്റബിളായിട്ടുള്ള കട്ടിലുകൾ, എയർ ബെഡുകൾ, ഒരു കിടപ്പിലായ ആൾക്ക് ഒരാവശ്യം ഉന്നയിച്ചാൽ രാത്രിയോ പകലോ വ്യത്യാസമില്ല, അടിയന്തിരമായി അത് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന നിലയിലുള്ള ഫലപ്രദമായ പാലിയേറ്റീവ് സർവീസ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ആയുർവേദ ഡിസ്പെൻസറി ആണെങ്കിലും ഏറ്റവും മികച്ച ആയുർവേദ ഡിസ്പെൻസറി, ജില്ലയിൽ തന്നെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ ഏറ്റവും മികച്ച സർവീസുള്ള ഒരു ആയുർവേദ ഡിസ്പെൻസറിയാണ്. അതിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ആയുഷ് വകുപ്പുമായി ചേർന്ന് നമ്മുടെ യോഗ ക്ലാസ്സുകൾ ആളുകൾക്ക് കൊടുത്തു. വ്യായാമം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഹൃദയ സംബന്ധമായ അസുഖങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ആയുഷ് വകുപ്പുമായി ചേർന്നുകൊണ്ട് പഞ്ചായത്ത് ആയുർവേദ ആശുപത്രിയുമായി ചേർന്നുകൊണ്ട് യോഗ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ച് വളരെ നന്നായിട്ട് പോകുന്നു. അതുപോലെ ഞങ്ങളൊരു ഹോമിയോ ഞങ്ങളുടെ വളരെ മികച്ചതാണ്. ഇപ്പോൾ ആ ഹോമിയോ ഡിസ്പെൻസറിയെ എറണാകുളം ജില്ലയിൽ വെൽനസ് സെൻ്ററായിട്ട് ഉയർത്തിയ ഒരു ഹോമിയോ ഡിസ്പെൻസറിയാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു ഔട്ട്റീച്ച് സെൻറ്റർ ഞങ്ങളിപ്പോൾ പേപ്പതിയിൽ ആരംഭിച്ചു. അവിടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ യാത്രാ സൗകര്യങ്ങൾ കുറവുള്ളതുകൊണ്ട് പഞ്ചായത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹോമിയോ ഡിസ്പെൻസറിയുടെ സേവനം കിഴക്കൻ മേഖലയിൽ ആളുകൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് കിഴക്കൻ മേഖലയിലുള്ള ആളുകൾക്ക് വരാൻ കഴിയുന്ന തരത്തിൽ പേപ്പതിയിൽ ഞങ്ങളൊരു സബ് സെൻറ്റർ തുടങ്ങി. അത് ഭയങ്കര വിജയമാണ്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഹോമിയോ സബ് സെൻറ്റർ അവിടെ വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നു. ഏതാണ്ട് 200-250 ആളുകൾ വരെ ഒരു ദിവസം അവിടെ ഹോമിയോയുടെ സേവനം തേടിയെത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ വെൽനസ് സെൻ്ററായി. അതിൻ്റെ ഭാഗമായിട്ട് യോഗ ക്ലബ്ബുകൾ ആരംഭിച്ചു, യോഗയ്ക്ക് ഇൻസ്ട്രക്ടറെ നിയമിച്ചു, ഒരു നേഴ്സിനെ പുതുതായിട്ട് നിയമിച്ചു. അവിടുത്തെ കെട്ടിടം പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയുള്ള നവീകരണ പ്രവർത്തനങ്ങളടക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ആശുപത്രികളുമായി ബന്ധപ്പെട്ട ആരോഗ്യ കേന്ദ്രങ്ങൾ ഇപ്പോൾ ഉൽപ്പാദന മേഖലകളെ പോലെ തന്നെ സേവന മേഖലയിലെ ഏറ്റവും പ്രധാനമായ ആരോഗ്യ മേഖലയെ വളരെ നന്നായി കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്.
പിന്നെ സ്ത്രീകളുടെ പ്രവർത്തനങ്ങളാണെങ്കിൽ ഇപ്പോൾ കുടുംബശ്രീ നമുക്കറിയാം സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടതാണ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് നിരവധി മൈക്രോ സംരംഭങ്ങൾ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു. നിരവധി ചെറുകിട സംരംഭങ്ങൾ ആരംഭിച്ചു. അതുപോലെ തന്നെ അതിദരിദ്രരായിട്ടുള്ള 54 വീടുകളാണ് ഈ പഞ്ചായത്തിലുള്ള. ആ 54 വീടുകളിലെ ഉപജീവനം ആഗ്രഹിക്കുന്ന 10 വീടുകളാണ് ഉണ്ടായിരുന്നത്. ആ 10 വീട്ടുകാർക്കും കുടുംബശ്രീയുടെ സഹായത്തോടെ ഉപജീവന മിഷൻ്റെ സഹായത്തോടുകൂടി അവർക്കെല്ലാം സംരംഭങ്ങൾ ആരംഭിച്ചു. ആ 10 പേർക്ക് സംരംഭങ്ങൾ ആരംഭിച്ചു കൊടുത്തു. അതിദരിദ്രരായിട്ടുള്ള 7 കുടുംബങ്ങൾക്ക് വീടുകൾ ലൈഫ് പദ്ധതിയിൽപ്പെടുത്തി വീടുകൾ നിർമ്മിച്ചു കൊടുത്തു. ഒരാൾക്ക് വീട് ഞങ്ങളിപ്പോൾ ജനകീയമായ പങ്കാളിത്തത്തോടെ നിർമ്മിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ 8 പേർക്കാണ് വീടില്ലാത്തത്. അപ്പോൾ അതിദരിദ്രരെ കണ്ടെത്തുന്നതിലും അത് അവർക്ക് സഹായങ്ങൾ എത്തിക്കുന്നു കുടുംബശ്രീയുടെ സഹായം ഫലപ്രദമായി ഉപയോഗിക്കാനായിട്ട് ഈ പഞ്ചായത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്ത്രീകളുടെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുള്ളപ്പോൾ തന്നെ അവരനുഭവിക്കുന്ന ഗാർഹികമായ ചില പ്രശ്നങ്ങൾ, അപ്പോൾ അതിന് ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം സജീവമാക്കി. ഈ ജാഗ്രതാ സമിതികൾ അംഗൻവാടികളുമായി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അപ്പോൾ അതിനൊരു ജെൻഡർ റിസോഴ്സ് സെൻറ്റർ ഉണ്ടാകണം. കാരണം അതിനു വേണ്ടി ഒരു കൗൺസിലർ ഉണ്ടാകണം. അവർക്കത് വിഷയങ്ങൾ മനസ്സിലാക്കാൻ ഒരാളുണ്ടാകണം. അവരുമായി സംസാരിക്കാൻ, അവരുടെ സ്വകാര്യതകളെ ഷെയർ ചെയ്യാൻ ഒരു ജനപ്രതിനിധി അല്ലാത്ത ഒരാളുണ്ടാകണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജെൻഡർ റിസോഴ്സ് സെൻറ്റർ ആരംഭിച്ചു. അവരൊരു കൗൺസിലറെ നിയമിച്ചു. വളരെ ഫലപ്രദമായിട്ട് നമ്മുടെ ജാഗ്രതാ സമിതികൾ നന്നായിട്ട് ഇടപഴകുന്നുണ്ട്. അതുപോലെ സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അവരെ നിയമപരമായ പരിരക്ഷയെക്കുറിച്ചൊക്കെ ജെൻഡർ റിസോഴ്സ് സെൻറ്റർ വളരെ ഫലപ്രദമായി നന്നായി ക്ലാസ്സുകൾ നടത്തി ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ബഡ്സിനും വളരെ നല്ല പ്രവർത്തനമാണ്. ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഭിന്നശേഷിക്കാരായ കുട്ടികളെ ഉള്ള ക്ലാസ്സുകൾ ഏതാണ്ട് 22 കുട്ടികൾ ഇപ്പോൾ അവിടെ പഠിക്കുന്നുണ്ട്. അവർക്ക് 18 വയസ്സിന് മുകളിലുള്ളവരായതുകൊണ്ട് ബഡ്സ് റീഹാബിലിറ്റേഷനാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള നിരവധി നല്ല പ്രോജക്റ്റുകൾ ഞങ്ങൾ നടപ്പാക്കുന്നുണ്ട്. അവിടെ ഫ്ലോർ മാറ്റ് ഉണ്ടാക്കുന്ന യൂണിറ്റ് ഉണ്ട് അടക്കം പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് അവരെ കൊണ്ടുപോകുന്നതിനും കൊണ്ടുവരുന്നതിനും ആവശ്യമായ വാഹനം വാങ്ങുന്നതിന് പ്രത്യേക ഫണ്ട് ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട്. ഞങ്ങളത് അപ്പോൾ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആ സ്ത്രീകളുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഈ ജെൻഡർ റിസോഴ്സ് സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളെ ഫലപ്രദമായി ഏറ്റെടുക്കാൻ കഴിയും. അപ്പോൾ സ്ത്രീകളിൽ ഉണ്ടാകുന്ന വർദ്ധിച്ച രോഗസാധ്യതകൾ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, പ്രത്യേകിച്ച് കൊളസ്ട്രോൾ വർദ്ധിച്ചു വരുന്നു. അവർക്ക് ജോലിക്ക് രാവിലെ കുട്ടികളാണെങ്കിൽ പഠിക്കാൻ പോകുന്നു, വൈകുന്നേരം പഠനം, അതുപോലെ തന്നെ അവർക്ക് ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ വൈകുന്നേരം വരെ ജോലി, വലിയ മാനസിക സമ്മർദ്ദമാണ്. അപ്പം ഞങ്ങളൊരു പുതിയ ആശയം രൂപീകരിച്ചു. സ്ത്രീകൾക്ക് മാത്രമായി ഒരു ജിംനേഷ്യം. കാരണം ഇപ്പോൾ മറ്റ് സ്ഥലങ്ങളിലെല്ലാം പുരുഷന്മാർക്ക് എവിടെയും പോയി ജിംനേഷ്യത്തിൽ പങ്കെടുക്കാം. പക്ഷേ സ്ത്രീകൾക്ക് അവർക്ക് ഫ്രീ ആയി പോകാൻ ഒരു ജിംനേഷ്യം ഇല്ല. ഞങ്ങൾ ജില്ലയിൽ ആദ്യമായിട്ട് ഒരു സ്ത്രീകൾക്കായിട്ട് ഷീ ജിം എന്ന പേരിലൊരു ജിംനേഷ്യം, എല്ലാ തരത്തിലുള്ള ഏറ്റവും ആധുനിക തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഷീ ജിം എന്ന് പറയുന്ന ഒരു ജിംനേഷ്യം ഞങ്ങൾക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു. അത് ഫലപ്രദമായി പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു ഇൻഡോർ സ്റ്റേഡിയം, ഇപ്പോൾ കളിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ നാട്ടിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് കളിസ്ഥലങ്ങൾ ആവശ്യത്തിനില്ലാന്ന്. പക്ഷേ ഇവിടെ ഫലപ്രദമായി ഇവിടെ കൈപ്പട്ടൂരിലൊരു ഗ്രൗണ്ടുണ്ട്. അതുപോലെ തന്നെ വെളിയനാട് സ്കൂളുമായി ചേർന്ന് പഞ്ചായത്ത് ഞാൻ പ്രസിഡൻ്റായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി പണം പിരിച്ച് സ്ഥലം വാങ്ങിച്ചുണ്ടാക്കിയ ഗ്രൗണ്ടാണ്. അവിടെ ഒരു ഗ്രൗണ്ടുണ്ട്. അതുപോലെ പാർപ്പാവൂടിൽ ഞങ്ങൾക്ക് ഒരു ഓപ്പൺ എയർ സ്റ്റേഡിയവുമുണ്ട്. അവിടെ ഒരു ഇൻഡോർ സ്റ്റേഡിയമുണ്ട്. പഞ്ചായത്തുകൾ ഇൻഡോർ സ്റ്റേഡിയം എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. അനൂപ് ജേക്കബ് MLA ആസ്തി വികസന ഫണ്ട് ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മനോഹരമായൊരു ഇൻഡോർ സ്റ്റേഡിയമുണ്ട്. ആ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നമുക്ക് ഓപ്പൺ ജിംനേഷ്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ എല്ലാ തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ചെറുപ്പക്കാർക്കായി ഒരുക്കി കൊടുത്തു. അതുപോലെ വായനശാലകളെ നവീകരിക്കുന്നതിന് അവർക്ക് പുസ്തകങ്ങൾ, അവർക്ക് ഷെൽഫുകൾ, എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി വായനയുടെ ലോകത്തേക്ക് പുതിയ തലമുറ കടന്നു വരാത്ത ഈ സാഹചര്യത്തിലും വായനയെ പിടിച്ചു നിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണാ സംവിധാനങ്ങളും വായനശാലകൾക്ക് ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലും പഞ്ചായത്ത് വളരെയേറെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. ഇപ്പോൾ റോഡുകളുടെ കാര്യത്തിൽ 153 കിലോമീറ്ററാണ് പഞ്ചായത്ത് റോഡ്. വളരെ അഭിമാനപൂർവ്വം പറയാൻ കഴിയും, നമ്മുടെ മറ്റ് ഏത് പഞ്ചായത്തിലും ഉള്ളതിനേക്കാൾ മികച്ച ഗ്രാമീണ റോഡുകളാണ് എടക്കാട്ടുവയലിലുള്ളത്. എല്ലാ റോഡുകളും അപ്പോൾ നന്നാക്കാനും അത് നവീകരിക്കാനുമുള്ള വളരെ ജാഗ്രതയോടെയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ജനപ്രതിനിധികളെല്ലാവരും ചേർന്ന് നടപ്പാക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം, പ്രധാനമന്ത്രിയുടെ പേരിൽ അറിയപ്പെടുന്ന പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന പദ്ധതി ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ PMGSY റോഡ് പദ്ധതി പ്രയോജനപ്പെടുത്തിയ ഗ്രാമപഞ്ചായത്ത് എടക്കാട്ടുവയലാണ്. 24 കിലോമീറ്റർ PMGSY പദ്ധതിയിൽ റോഡ് നിർമ്മിച്ചു. മാത്രവുമല്ല, അതിലേറെ അഭിമാനമുള്ളൊരു കാര്യം, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ വെബ്സൈറ്റിൽ
വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന റോഡ് അതിനകത്തുള്ള ചിത്രം ഞങ്ങളുടെ പഞ്ചായത്തിലെ റോഡാണ്. അപ്പോൾ അത് എനിക്ക് ഏറ്റവും സന്തോഷകരമായ അഭിമാനകരമായ ഒരു കാര്യമാണ്. പ്രധാനമന്ത്രിയുടെ വെബ്സൈറ്റിലുള്ള റോഡ് എൻ്റെ പഞ്ചായത്തിലുള്ള റോഡാണെന്ന് എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. ഇപ്പോഴും ഞങ്ങൾ 4 റോഡുകൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വളരെ സാധ്യതകളുള്ള റോഡുകൾ ഇനിയും ഉണ്ടാകും. അത് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ചിത്രം, പ്രധാനമന്ത്രി വെബ്സൈറ്റിൽ വന്നിട്ടുള്ള റോഡെന്ന് പറയുന്നത് ഒരു ടൂറിസം ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു റോഡ്. അതിനകത്ത് നിരവധി ആൾ ഒരു ശനി ഞായർ ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് പ്രകൃതി ഭംഗി ആസ്വദിക്കാനും തോട്ടറപ്പുഞ്ചിയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന റോഡാണ്. അതിൻ്റെ ഭംഗി ആസ്വദിക്കാനൊക്കെ ആയിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് ശനി ഞായർ ദിവസങ്ങളിൽ ആ റോഡുകളിൽ എത്തുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ഫലപ്രദമായിട്ട് ആ റോഡ് PMGSY നിർമ്മിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ CRIF കേന്ദ്ര റോഡ് ഫണ്ടിൽ പെടുത്തി നമ്മൾ ഇപ്പോൾ 13 കിലോമീറ്റർ 15.5 കിലോമീറ്റർ റോഡ് നമുക്ക് അനുവദിച്ചു, 20 കോടി രൂപ. അതിൽ 2.5 കിലോമീറ്റർ ആമ്പല്ലൂർ പഞ്ചായത്തിലാണ്, ബാക്കി 13 കിലോമീറ്ററും ഈ പഞ്ചായത്തിലാണ്. അതുപോലെ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൽ പെടുത്തി അത്യാധുനിക നിലവാരത്തിൽ നമുക്ക് 8 കിലോമീറ്റർ റോഡ് BMBC നിലവാരത്തിൽ നിർമ്മിക്കാൻ കഴിഞ്ഞു. അതിൽ 180 വഴിവിളക്കുകൾ കൂടി ആ റോഡ് പദ്ധതിയുടെ ഭാഗമായിട്ട് ജർമ്മൻ സാമ്പത്തിക സഹായത്തോടു കൂടി നിർമ്മിക്കാനായിട്ട് കഴിഞ്ഞു. പിന്നെ വഴിവിളക്കുകളുടെ കാര്യത്തിൽ അസൂയാവഹമായ നേട്ടം ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞു. നമ്മുടെ പഞ്ചായത്തിൽ വഴിവിളക്കില്ലാത്ത ഒരു സ്ഥലവുമില്ല. തന്നെയല്ല, ഈ പുതിയ കമ്മിറ്റി വന്നതിന് ശേഷം മിനിമാസ്റ്റ് ലൈറ്റുകൾ, അപ്പോൾ നേരത്തെ ഹൈമാസ്റ്റ് ലൈറ്റുകൾ MLAമാരുടെ ഫണ്ടിൽ നിന്നൊക്കെ അനുവദിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞങ്ങൾ ചെറിയ ജംഗ്ഷനുകളിൽ പോലും ഇപ്പോൾ 45 മിനിമാസ്റ്റ് ലൈറ്റുകൾ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളായി സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു വെളിച്ചത്തിൻ്റെ കാര്യത്തിൽ ആളുകൾക്ക് ഒരു പരാതിയില്ലാത്ത വണ്ണം എല്ലാ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലും വഴിവിളക്കുകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞു. അങ്ങനെ എല്ലാ മേഖലകളും ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുമായി ഇടപഴകാൻ കഴിയുന്ന എല്ലാ തലങ്ങളിലും ജനകീയ ഇടപെടലുകളുണ്ട്. ഞങ്ങൾ ഒരു ഭരണസമിതി എന്ന നിലയിൽ ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വേറിട്ട് നിൽക്കുകയല്ല, മറിച്ച് ജനങ്ങൾ എന്താണോ മനസ്സിലാഗ്രഹിക്കുന്നത് അത് ഞങ്ങളുടെ വികസന പദ്ധതികളാണ്. ജനങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്നത് പദ്ധതികളായി കൊണ്ടുവരുന്നതിലൂടെ വളരെ ഫലപ്രദമായി. ഇപ്പോൾ ഈ ഹരിതകർമ്മസേന മാലിന്യമുക്ത നവകേരളം പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ വലിയ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. കാരണം 50 രൂപ വീടുകളിൽ നിന്ന് കിട്ടാൻ. പക്ഷേ ഞങ്ങൾ ഗ്രാമസഭകളിലേക്ക് ഇറങ്ങി, ഞങ്ങൾ ആളുകളോട് സംവദിച്ചു, ഞങ്ങൾ അയൽക്കൂട്ടങ്ങൾ നടത്തി, അയൽ സഭകൾ നടത്തി. ഞങ്ങൾ ഈ പുതിയ ഭരണസമിതി വരുമ്പോൾ 500 രൂപ 750 രൂപയാണ് ഒരു ഹരിതകർമ്മസേന അംഗത്തിന് ഒരു മാസം ലഭിച്ചിരുന്നെങ്കിൽ ഇന്ന് 15,000 രൂപ മിനിമം വരുമാനമുണ്ട് എന്നുള്ള നിലയിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ള അഭിമാനകരമായ നേട്ടമാണ്. അപ്പോൾ അത്തരത്തിൽ ആളുകൾ ഞങ്ങൾ എന്താണോ പറയുന്നത് അത് പൊതു നന്മയെ കരുതിയാണെന്ന് ചിന്തിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ആളുകളെ മാറ്റിയെടുക്കാൻ ഞങ്ങൾ കഴിഞ്ഞു. അപ്പോൾ പഞ്ചായത്തും ജനങ്ങളും രണ്ടല്ല, മറിച്ച് ഞങ്ങൾ ഒന്നാണ് എന്നുള്ള ചിന്ത ആളുകളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം മേഘാലയ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വിവിധങ്ങളായിട്ടുള്ള സന്ദർശകർ, ഗവൺമെൻറ് ഒഫീഷ്യൽസ് പല സ്ഥലങ്ങളിൽ നിന്ന്, കഴിഞ്ഞ ദിവസം വിദേശ രാജ്യങ്ങളിൽ നിന്ന്, വിവിധങ്ങളായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഇവിടെ അമേരിക്ക, അതുപോലെ ലണ്ടൻ, അതുപോലെ UK വിവിധ രാജ്യങ്ങൾ, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ദൗത്യ സംഘങ്ങൾ നമ്മുടെ ഈ വിമൺ എംപവർമെൻറ്റ് അല്ലെങ്കിൽ വില്ലേജ് ഭരണ സംവിധാനങ്ങളുടെ ഈ ഗ്രാമീണ ഭരണത്തിൻ്റെ ഒരു സാധ്യതകളെ പരിശോധിക്കാൻ വന്നപ്പോഴും ഇവിടെയാണ് വന്നത്. അപ്പം ഞങ്ങളതെല്ലാം എല്ലാവരും ടീം വർക്കാണ്. ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ രണ്ടും രണ്ടായിട്ടോ അല്ലെങ്കിൽ ജനങ്ങൾ വ്യത്യസ്തമായിട്ടല്ലാതെ എല്ലാവരും കൂടി ഒന്നിച്ചു നിന്നുള്ള ഒരു ടീം വർക്കിൽ ഒരു കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല. തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയത്തിലല്ലാതെ ഒരു കാര്യത്തിലും ഒരു രാഷ്ട്രീയമായ വിഭാഗീയതയില്ലാതെ, ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ലാതെ ഒന്നിച്ചൊരു ടീം വർക്കായി പോകുന്നതിൻ്റെ ബെസ്റ്റ് റിസൾട്ടാണ് ഞങ്ങൾക്കിവിടെ പറയാറുള്ളത്. നിർധനരായിട്ടുള്ള ഭവനരഹിതർക്ക് വീട് കൊടുക്കുന്നുള്ള ഒരു ബൃഹത്തായ പദ്ധതിയാണ് ലൈഫ്. ഗവൺമെൻറ് പ്രഖ്യാപിച്ച ലൈഫ് ഭവന പദ്ധതിയിലേക്ക് ഇപ്പോൾ 300 ആളുകൾക്ക് വീട് നൽകിക്കഴിഞ്ഞു. അതിൽ 2020 മുമ്പ്, ഈ പുതിയ ഭരണസമിതി അധികാരം ഏൽക്കുന്നതിന് മുമ്പ് പല പഞ്ചായത്തുകളിൽ നിന്ന് വന്നിവിടെ താമസിച്ചവർ കഴിച്ചിട്ട് ബാക്കി 235 പേർക്കും ഈ പഞ്ചായത്തിലുള്ളവർക്ക് 2020 സ്കീമിൽ കൊടുത്തതാണ്. 2020 എന്ന് പറയുന്ന ലൈഫ് ഭവന പദ്ധതിയിൽ കൊടുത്തതാണ്. ആ 235 പേരിൽ 195 ആളുകളുടെ വീടുകളും പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. കാരണം ഇത്രയും അധികം വീടുകൾ ഈ കാലഘട്ടത്തിനധികം തദ്ദേശ ഭരണ സ്ഥാപനത്തിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ വീടുകളുടെ ഒരു സംഗമം കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറാണ് അവരുടെ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തത്. വലിയ ഒരനുഭവമായിരുന്നു. അത്തരത്തിൽ കൂടുതൽ വീടുകൾ നൽകാൻ കഴിഞ്ഞു. ബാക്കി 235 വീടുകളിലെ ബാക്കിയുള്ള വീടുകളുടെ നിർമ്മാണം ഈ മാർച്ച് മാസത്തിന് മുമ്പ് പൂർത്തീകരിക്കും. ഇനിയും അപേക്ഷ ക്ഷണിച്ചാൽ കൊടുക്കാൻ കഴിയുന്ന ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഏറ്റവും താല്പര്യത്തോടു കൂടി പഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ്.